നമസ്കാരം ഗായ്സ്, എന്തു പറയണു? സുഖം തന്നെ. ഞാനിന്ന് എവിടെയും പോയില്ല. ഇന്ന് ഞാൻ ബേസിക്കലി കുറച്ച് ബിസി ആയിരുന്നു. കാരണം വീട്ടിൽ ഫാമിലി ഉണ്ടായിരുന്നില്ല, ഫാമിലി കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തു പോയി. പിന്നെ യാവിൻ്റെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ അവനെ പിക്ക് ചെയ്തിട്ട് ട്യൂഷൻ്റെ അവിടെ വിടണമായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് എവിടെയും പോയില്ല. എന്തായാലും സാറ്റർഡേയും സൺഡേയും കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫ്രൈഡേ, നാളെ പോവാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾക്ക് ഇവിടുന്ന് നോക്കാം. യാവിനെ ട്യൂഷനിൽ വിട്ടു. അപ്പോൾ യാവിൻ്റെ ട്യൂഷൻ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്, പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഡിയർ പാർക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ഐ ലവ് ദിസ് പ്ലേസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 3:30 ആയി. നല്ല ഇളം വെയിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു, കുറച്ചും നടന്ന് വരാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലം ഞാൻ എത്ര കണ്ടാലും മതിയാവില്ല. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ ഫുള്ള് കൊടും കാടാണ്. നമ്മളെപ്പോഴും ഡിയർ പാർക്കിൽ വരുമ്പോഴത്തേ ആ വഴിയിൽ കൂടെ പോവാം. ഇന്ന് നമുക്ക് ഇവിടെ നിന്നൊന്ന് പോയി നോക്കാം. ഈ വഴിയിൽ കൂടെ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് കാരണം അറിഞ്ഞിട്ട് ഇത് മിസ്സാവണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം എന്താണ് ഇവിടെ സംഭവം. ഗേറ്റൊക്കെ ഉണ്ട്. വേറെ വഴിയാണോ പുറത്ത് പോകണമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം മാതിരി ടെൻ്റൊക്കെ ഇട്ടിട്ട്, ടെൻ്റല്ല ബേസിക്കലി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ കേട്ടോ. കവറാണോ? കാരണം ഇതൊക്കെ ഉണ്ടാക്കിയത് 1100 നമ്മുടെ ഖിൽജി ഡൈനസ്റ്റി ഉണ്ടാക്കിയാണ്. ഖിൽജി രാജവംശം അവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാം. ഇതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാൻ കണ്ടിരുന്നത്, ഞാൻ അന്ന് ലോധി ഗാർഡൻസിൽ പോയപ്പോൾ കണ്ടത് അത് 90 ഏക്കേഴ്സിൻ്റെ ലാൻഡായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയൊരു ബോർഡ് കണ്ടു, നിങ്ങളെ കാണിച്ചു തരാൻ. ഇത് 99.5 ഏക്കേഴ്സിൻ്റെ ലാൻഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കവർ ചെയ്തത് ആക്ച്വലി പകുതി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇത് ഇവിടെ ഉണ്ട്. അത് ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്നത്. ഇഷ്ടംപോലെ സ്ഥലം കിടക്കേണ്ടത്. ഇതൊക്കെ ആക്ച്വലി പണ്ടത്തെ റിസർവ് ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ഓഫ് കോഴ്സ് ഇപ്പോൾ അങ്ങനത്തെ എന്താണ് പറയുക, ആനിമൽസും ഇതൊന്നുമില്ല. ഡിയർസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഡിയർ പാർക്ക്. അവിടെ സൈറ്റ് ഓഫീസ് ഉണ്ട്, ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. നമുക്കൊന്ന് ഇത് കണ്ടിട്ട് പോയിട്ട് പിന്നെ യാവിനെ പിക്ക് ചെയ്യാം. കാരണം യാവിനെ പിക്കാനുള്ള സമയമായി. ഇവിടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര സുഖമാട്ടോ. സത്യം പറയാം, നിങ്ങൾ എപ്പോഴെങ്കിലും വരണമെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഡിയർ പാർക്ക് മിസ് ചെയ്യരുത്. നല്ല അടിപൊളി സ്ഥലം ഇത്. ഇവിടെ എഴുതിയിരിക്കണ്ടില്ലേ, നോ ഓൾ അബൌട്ട് ദി സ്പോട്ടഡ് ഡിയർ. ആക്ച്വലി ഇവിടെ ഉള്ളത് സ്പോട്ടഡ് ഡിയർ ആണ്. ചീറ്റൽ, ആക്സിസ് ഓൾസോ നോൺ ആസ് സ്പോട്ടഡ് ഡിയർ. ദി ചീറ്റൽ and axis deer is a species of deer that is native to Indian subcontinent. ഇതാണ് ഇവിടുത്തെ സൈറ്റ് ഓഫീസ്. അപ്പോൾ ബേസിക്കലി ഡിയറിനെ കാണുന്ന വെച്ചാൽ, മാനിനെ കാണുന്ന വെച്ചാൽ നമ്മൾക്ക് ഇവിടെ തന്നെ വരണം. ഇവിടെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഹിന്ദിയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇംഗ്ലീഷിലും കൂടി എഴുതിയിരുന്ന വെച്ചാൽ ആൾക്കാർക്ക് കുറച്ച് ഹെൽപ്പായേനെ. ഇപ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ കുറേ ഫോറിനേഴ്സിനൊക്കെ കണ്ടു. അവർക്ക് ഇത് വായിക്കാൻ അറിയും. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കണ്ടേ. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് നമ്മളുടെ ഈ സൗത്ത് ഡൽഹി ഏരിയയിൽ, നമ്മൾ ആക്ച്വലി സൗത്ത് വെസ്റ്റ് ഡൽഹിയാണ്. ഇത് സഫ്ദർജംഗ് എൻക്ലേവ് എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഡൽഹിയിലായിട്ട് വരും. അപ്പോൾ അവിടെയാണ് ഈ സ്ഥലം. അവിടെ ചെക്കന്മാർ വോളിബോളാ, ഷട്ടിൽ കോക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ ഇട്ട് തുടങ്ങി. ഈ കിളികളുടെ ഒച്ചയും കേട്ട് നമ്മളിങ്ങനെ പീസ്ഫുള്ളായിട്ടിങ്ങനെ നടക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയാം. You should actually give time for yourself. Spend time for yourself. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയം കൊടുക്കണം. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. അവിടെ എന്തൊരു കൊട്ടാരം കാണുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഇത് ഇവിടെ വരെ വന്നിട്ടില്ല. ഞാൻ എപ്പോഴും അപ്പുറത്തെ ഭാഗത്താണ് ഞാൻ പോയിരുന്നത്.
ഇവിടെ ഒരു ചെറിയൊരു കൊട്ടാരമായിട്ട് കാണുന്നുണ്ട്. ഇത് ഖിൽജിയുടെ എന്തെങ്കിലും ആയിരിക്കും കൊട്ടാരം, നമുക്ക് കാണാതെ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താണെന്ന് അറിഞ്ഞത്, ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യുക, കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുക ആൻഡ് ഫീൽ ദ ഹിസ്റ്ററി വാട്ട് ഹാപ്പൻഡ്. ഇത് ആക്ച്വലി ഒരു മോസ്ക് ആട്ടോ, മസ്ജിദ് ലോധി വൻഷ്. ലോധി ഉണ്ടാക്കിയ മോസ്ക്. ദിസ് മോസ്ക് ഓഫ് ദി ലോധി പീരിയഡ് 1451 to 1526 AD is located in a Tughlaq period garden built of rubble masonry. The building measures 9.5 into 5.2 meters. ഞാനിവിടെ ഇത്രയും ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു പള്ളിയാണ്. ഇത് ഇവിടെയും പള്ളിയും പിന്നെ കബറുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലും കബറുണ്ട്. എത്ര കബറുകളല്ല നമ്മുടെ ഡൽഹിയിലുള്ള ഹിസ്റ്ററി. ഡൽഹിയിലെ ഹിസ്റ്ററി ഭയങ്കര വാസ്റ്റാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള എത്ര കബറാ. ഒരു ചെറിയ കബറ്, 2 ചെറിയ കബറും ഒരു വലിയ കബറും. ഇത് കണ്ട. പിന്നെ ഇതിൻ്റെ മുകളിൽ സെയിം നമ്മ ലോധിയുടെ ഇത് കണ്ട മാതിരി കണ്ട ആർക്കിടെക്റ്റ് അവരുടെ സെയിം തന്നെയായിരുന്നു, സെയിം ഡിസൈൻസ്. ബാഗി ആലം ക ഗുംബദ് എന്നാണ് പേര് ഇതിൻ്റെ. ഇവിടെ ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ അപ്പുറത്തിപ്പുറത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. കാരണം ഇന്ന് എൻ്റെ കയ്യിൽ സമയമില്ല. ഇന്ന് ആക്ച്വലി എനിക്ക് ഇപ്പോൾ 4:15 ഇപ്പോൾ രാവിലെ പിക്കണം. പാം ഓൾറെഡി കോൾ ചെയ്തു. അവർ പറഞ്ഞു 4:15 വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ അതേ ഇവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുക. ഇവിടെ നിന്നും പോവാം, പിന്നെ ഇവിടെ നിന്നും പോവാം. ഇങ്ങനെ പല വഴികളുണ്ട്. പിന്നെ ഇതേ അവിടെ നിന്നും പോവാം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ എല്ലാ മുക്കിലും മൂലക്കിലായിട്ട് 99.5 ഏക്കേഴ്സ്. അത് ഞാൻ വിചാരിച്ചത് ആക്ച്വലി അവിടെ നിന്ന് തന്നെ കഴിയണ ഒരു സംഭവമായിരുന്നു. ഇത്രയും നാൾ ഇവിടെ ജീവിച്ചിട്ട് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 3 മാസം ആവാറില്ലേ നമ്മളിവിടെ. പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് നാളെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാത്. നമ്മൾ കണ്ട പള്ളിയുടെ അടുത്തായിട്ട് ഇത് തൊട്ട് മുമ്പിലായിട്ട് തന്നെ ഇവിടെ ഇത്രയും കബറടക്കിയ സ്ഥലമാണ്. 1 2 3 4 5 6 7 8 9 കബറുകളുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ഈ കബറൊക്കെ ആരുടെയെന്ന് നമുക്കിപ്പോഴും അറിഞ്ഞൂടാ. എന്നാൽ അതിൻ്റെ പേരോ ഒന്നുമില്ല. ഇന്നലെ ഞാൻ എൻ്റെ ഇതിട്ടില്ലേ, ഇന്നലെ മമ്മീനായിട്ട് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മി എനിക്കിവിടെ മുഗളും പിന്നെ അതിന് മുമ്പുള്ള എല്ലാ ഡൈനസ്റ്റിയുടെയും ഒരു ഫുള്ളി ഹിസ്റ്ററി എടുത്തിട്ട് എനിക്ക് അയച്ചു. ഞാൻ ദുബായിൽ നടന്നിരുന്ന ആ കാലങ്ങളും ഒക്കെ ആയിരുന്നു. ദുബായിലുണ്ടായിരുന്ന സമയത്ത് ആ സെയിം സ്ഥലത്ത് തന്നെ കിടന്ന് ഞാൻ എല്ലാ ദിവസവും നടന്നിരുന്നത് 6 മാസം. അതിന് മുമ്പ് അതെ സെയിം പാർക്ക് തന്നെ ഞാൻ പോയിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ഫ്രീഡം ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കണ്ടില്ലേ ഡിഫറെൻറ്റ് പാർട്സ് നമുക്ക് ചെന്ന് കാണാം, എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ്. ആ ഫ്രീഡം കിട്ടിയത് ഭയങ്കര ഒരു സന്തോഷം തന്നെ. എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കാറുമ്പോൾ എൻ്റെ വഴി അങ്ങോട്ട് മാറിപ്പോവും. ഈ വഴിയിൽ കൂടെ അല്ലേ നമ്മൾ വന്നത്, മാറിപ്പോയോ എന്നൊരു സംശയം. അല്ല, ഇതന്നെ ഒരു GPS ട്രാക്കർ എൻ്റെ വണ്ടിക്ക് വേണ്ടി മേടിക്കുന്നുണ്ട്. എൻ്റെ മക്കളായി മരം നോക്കിയേ, ഇതിനെത്ര പഴക്കമുണ്ടാവും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ അല്ലേ. ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ശുക്രവാർക്ക് ദിൻ ഡിയർ പാർക്ക് ഗേറ്റ് ബന്ദ് രേഖ. എന്ന് വെച്ചാൽ ശുക്രവാർ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ. അപ്പോൾ ഡിയർ പാർക്കിങ്ങിൻ്റെ ഗേറ്റ് അപ്പുറത്താണ്. അപ്പോൾ ബേസിക്കലി ഈ ഗേറ്റ് ഫ്രൈഡേ അവർ തുറക്കാറില്ല, ഫ്രൈഡേ അവർ പൂട്ടും. എനിക്കൊന്ന് ചിലപ്പോൾ മെയിൻ്റനൻസും ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അവർ പൂട്ടുന്നത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ വൈകുന്നേരം വരും. 11 മണി വരെ ഇത് തുറന്നുണ്ട്. അപ്പോൾ 8 മണിയെന്ന് അറിഞ്ഞൂടാ. എനിക്കൊന്ന് 11 മണിയൊന്ന്. അപ്പോൾ ഇന്ന് ഇഷ്ടംപോലെ ജനങ്ങൾ ഇവിടെ വരും, പിക്നിക്കിനും മറ്റേനും മറിച്ചനും പല സംഭവം. ഞാൻ പറഞ്ഞാൽ ഇവിടെ കൂടുതലും കപ്പിൾസും കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ യു ക്യാൻ എൻജോയ് യുവർ സെൽഫ്. ഈ പഹ്യാനിരിക്കണമൊക്കെ ഇവിടെ അവനും വെയിൽ കൊള്ളുന്നു.
ഇത് ഞാൻ പറഞ്ഞില്ലേ 95.5 ഏക്കേഴ്സിൻ്റെയാണ് ഈ സ്ഥലം. ഞാൻ വിചാരിച്ചു ഇത് വളരെ ചെറിയ സ്ഥലമായിരിക്കും എന്ന്. അപ്പോൾ സംഭവം ഈ ഡിയർ പാർക്കും നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമ്മന്ന് ലോധി ഗാർഡനിൽ പോയത് അത് 90 ഏക്കേഴ്സിൻ്റെ ആയിരുന്നു. വീരന്മാർ വരണം നോക്കിയാൽ ഇവന്മാരെ വിശ്വസിച്ചൂടെ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എന്തോരത് ചെറുതും വലുതും എല്ലാ ടൈപ്പുണ്ട്. ഇത് കണ്ട, സ്പെഷ്യലി ഈ ഭാഗത്തിന് ഏറ്റവും കൂടുതൽ കുരങ്ങന്മാരുള്ളത്. ഇപ്പോൾ വാലന്റൈൻസ് ഡേ അടുത്തെത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പെണ്ണുങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പൂക്കളുമായിട്ട് യങ്സ്റ്റേഴ്സേ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ വാലന്റൈൻസ് ഡേയിൽ ഇവിടെ നമുക്കൊരു ദിവസം ഒന്ന് വന്ന് കാണാം. ഇഷ്ടം പോലെ നമ്മൾക്കിവിടെ കപ്പിൾസിനെ കാണാം. ഇവിടെ നല്ല സ്ഥലമാണല്ലോ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ, സോ യു ക്യാൻ ബി എനിവെയർ. യാവിനെ പിക്കാൻ ലേറ്റായി, 4:30 ഓൾമോസ്റ്റ് 15 minutes ലേറ്റ്. അപ്പോൾ യാവിനെ പിക്ക് ചെയ്യാൻ വന്നു. പിക്ക് ചെയ്ത് ഞാനൊരു സമോസ അടിക്കുന്നു. ഓൾറെഡി ഒരെണ്ണം കഴിഞ്ഞു. ഇത് രണ്ടാമത്തതിന് യാവിന് ചോലെ പട്ടൂരെ കഴിക്കണം എന്ന് പറഞ്ഞു. അയച്ചോ ഓക്കെ. യാവിൻ്റെ മാം വന്നപ്പോഴത്തേക്കും അവളുടെ ഫുള്ള് ജോലിയൊക്കെ കഴിഞ്ഞ് യാവിൻസ് മെനു ഫസ്റ്റ് wipe all the what is that achar in your bature, then what? I like the pickle flavor on it. So this is how he eats chole bhature. Now he's going to make a sandwich out of bhature. ഇവൻ്റെ ബട്ടൂരെ കഴിക്കുന്ന സ്റ്റൈല് കണ്ട. അതിൻ്റെ ഇടയിൽ ആലു ഇട്ടു. ഷെഫ് യാവിൻ. Now layer your onions over your bhature. Green chili also. Yeah. കണ്ട മുളകൊക്കെ അവൻ കഴിക്കും. And now layer all the choles on your bhature. Nice. Why bro, why? Kada. This chole shawarma. Not chole bhature. Chole shawarma. I don't know how to wrap it. ചോലെ ഷവർമ അല്ല, ഇതോ ഇങ്ങനെയാണ് ഇവൻ ചോലെ ബട്ടൂര കഴിക്കുന്നത്. എന്ത് ചെയ്യാനാണ്. ലുക്സ് ടേസ്റ്റി, യമ്മി. യാ നൈസ്. വീട്ടിൻ്റെ ഉള്ളിൽ കുരങ്ങൻ കയറി. ഇത് ഇവിടുത്തെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടോ പഹരിക്കണ അവിടെ. എന്നിട്ട് അന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ടും നമ്മുടെ ചെടിയൊക്കെ പൊളിച്ചിട്ട് തല്ലുപിടി കാണും. അങ്കിളുണ്ട് ഇവിടെ. ആ What is this dog that's something hanging from his chest? That's a heart. Wow, how? What? How? നമ്മൾ ഈ യാവിൻ്റെ സ്കൂളിൽ തിരിച്ചു വന്നു. ഇവിടെ ഇവർക്കുണ്ടല്ലോ വൈകുന്നേരം ഇതുണ്ട്, ഫുട്ബോൾ ട്രെയിനിങ് അക്കാഡമി. അപ്പോൾ അവനൊന്ന് അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എൻക്വയറി ചെയ്യാൻ വന്നതാണ്. കാരണം ഉണ്ടല്ലോ ഇവൻ വീട്ടിലിരുന്ന് ഐപാഡിലിരുന്ന് ഇങ്ങനെ കേട്ടാ തടിച്ചിരിക്കുക. ഒന്ന് കളിക്കട്ടെ ചക്കൻ. മക്കളെ 3500 രൂപ ഒരു മാസത്തെ ഫീസ്. ആഴ്ചയിൽ 3 ദിവസം 2 മണിക്കൂർ. നോക്കാം. നമുക്കിപ്പോൾ തന്നെ കളിക്കണം. സ്റ്റാർട്ട് സൂൺ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഐ വിൽ സീ. ഏഷ്യയിൽ കാശില്ല, എന്നാലും ചെക്കനോട് നമ്മൾക്ക് പറയാമല്ലോ, പറയുന്നതിന് തന്നെ.